my dear students, welcome back to Beyond Solutions. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൻ്റെ 5th പാർട്ടാണ്. ആദ്യത്തെ 4 പാർട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജൂൾസ്, ടൈം സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനും അതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്ത് ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ബൾബിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻകാൻഡസെൻ്റ് ലാംപ്സിനെ കുറിച്ചാണ്. എന്താണ് ഇൻകാൻഡസെൻ്റ് ലാംപ്സ്? നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവും നേരത്തെയും, ഇൻകാൻഡസെൻ്റ് ലാംപ്സ് എന്ന പേര്. ഇൻകാൻഡസെൻ്റ് ലാംപ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് ഫിലമെൻറ്റ് ലാമ്പ്. ഫിലമെൻ്റ് ലാമ്പെന്നും ഇവർ വിളിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അവരിൽ ഫിലമെൻ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്, അതുകൊണ്ടാണ് ഫിലമെൻ്റ് ലാമ്പെന്ന് വിളിക്കാറുള്ളത്. ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ പിക്ചർ നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, പിക്ചറൊക്കെ നോക്കി വെക്കണം. ഇതാണ് ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ പിക്ചർ. ഇൻകാൻഡസെൻ്റ് ലാമ്പിന് 2 മേജർ പാർട്ടാണുള്ളത്. ഒന്ന് ഒരു കോപ്പർ വയറും ഒന്നൊരു ഫിലമെൻറ്റുമാണ്. ഇതൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് പിക്ചറിൽ. ഒന്നൊരു കോപ്പർ വയറും അതുപോലെ ഒരു ഫിലമെൻറ്റുമാണുള്ളത്. ആൻഡ് ഫിലമെൻറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ടാണ് ഫിലമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിലമെൻറ്റ് ഈസ് മെയ്ഡപ്പ് ഓഫ് ടങ്സ്റ്റൺ. അങ്ങനെ ടങ്സ്റ്റൺ കൊണ്ട് ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒത്തിരി ഉപയോഗിച്ചിരുന്നത് ഇൻകാൻഡസെൻ്റ് ലാംപ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഫിലമെൻറ്റ് ലാമ്പായിരുന്നു. ഓക്കെ, ഈ ഫിലമെൻറ്റ് ലാമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫിലമെൻറ്റ് ലാമ്പ് ഇതിനകത്തുള്ള ഫിലമെൻ്റ് ഉള്ളൂ, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടങ്സ്റ്റൺ ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് ആയിട്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. In ordinary voltages, the filament becomes white hot and gives out light. Such bulbs are called as incandescent lamps or filament lamps. And the word incandescent means glowing with heat. Incandescent എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ glowing with heat ആണ്. അതായത് ഹീറ്റ് എനർജി കൊണ്ട് ഗ്ലോ ചെയ്യുന്നു എന്നതാണ് ആ വാക്കിന് അർത്ഥം. നമ്മൾ ഈ ഫിലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ ടങ്സ്റ്റൺ യൂസ് ചെയ്യാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ ആണ് ടങ്സ്റ്റൺ ക്യാൻ റിമൈൻ ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ആൻഡ് എമിറ്റ് ലൈറ്റ് ഫോർ എ ലോങ്ങർ ടൈം. ടങ്സ്റ്റൺ ഈ വൈറ്റ് ഹോട്ട് കണ്ടീഷനിലായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ ഒരുപാട് സമയം അങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ടങ്സ്റ്റൺ യൂസ് ചെയ്യാനുള്ളത്. ക്യാൻ റിമൈൻ ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ ആൻഡ് എമിറ്റ് ലൈറ്റ് ഫോർ എ ലോങ്ങർ ടൈം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി. ടങ്സ്റ്റന് റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസും വളരെ കൂടുതലാണ്. അതുപോലെ മെൽറ്റിംഗ് പോയിൻറ്റും ഇതിന് വളരെ കൂടുതലാണ്. ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്, ഇറ്റ് ഹാസ് ഹൈ ഡക്റ്റിലിറ്റിയും വളരെ കൂടുതലാണ്. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിനെ നമുക്ക് വലിച്ച് നീട്ടി തിൻ വയറാക്കാനുള്ള കപ്പാസിറ്റി. അങ്ങനെ തിൻ വയറാക്കാൻ ടങ്സ്റ്റന് പറ്റും. അതാണ് ടങ്സ്റ്റൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ടങ്സ്റ്റൺ തന്നെ ഫിലമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നമ്മൾ ഹീറ്റിംഗ് കോയിലിൽ പറഞ്ഞൊരു നിക്രോം ഉണ്ടല്ലോ, ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കുന്ന നിക്രോം വെച്ചിട്ടാണ്. ആ നിക്രോമിനും ഇതേപോലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, റെസിസ്റ്റിവിറ്റി ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്, മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ നിക്രോമിനെ ഇവിടെ യൂസ് ചെയ്യാത്തത്? കാരണം നിക്രോമിന് ഈ സ്പെഷ്യാലിറ്റി ഇല്ല, അതിന് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ. കാരണം നിക്രോമിന് ഈ സ്പെഷ്യാലിറ്റി ഇല്ല, അതിന് വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് സമയം ഇരുന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ദാറ്റ് ഈസ് വൈ നിക്രോം ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫിലമെൻറ്റ് ലാമ്പ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിലമെൻറ്റ് ലാമ്പിലുള്ള ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിലമെൻറ്റ് ലാമ്പിനെ ഇവാക്വേറ്റ് ചെയ്യാറുണ്ട്. ഇവാക്വേറ്റ് ചെയ്യാൻ മീൻസ് അതിനകത്തുള്ള എയർ എല്ലാം എടുത്ത് കളയും, ഇവാക്വേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വേപ്പറൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു ഇനർട്ട് ഗ്യാസ് കൊണ്ട് ഈ ബൾബിനെ ഫില്ല് ചെയ്യിക്കാറുണ്ട്. ഒരു ഇനർട്ട് ഗ്യാസ് കൊണ്ട് ഈ ബൾബ് ഫില്ല് ചെയ്യാറുണ്ട്. ഇനർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നൈട്രജനാണ് ഇനർട്ട് ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇനർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇനർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഹീറ്റ് എനർജി കുറയ്ക്കാൻ കഴിയും. അതായത് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും, ചൂട് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ വേപ്പറൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇനർട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഫിലമെൻറ്റ് ലാമ്പ് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അതിനൊന്ന് തൊട്ട് നോക്കിയാൽ എന്ത് തോന്നും? നല്ല ചൂടായിരിക്കും അത്. അതായത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടെങ്കിലും ഒരു വലിയ ഭാഗവും ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ്? എനർജി ലോസ് ആണ് ഉണ്ടാകുന്നത്. നമുക്കവിടെ ഹീറ്റ് എനർജി വേണ്ട, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ്. സോ എനർജി ലോസ് ആണ്. അതാണ് നമ്മുടെ ഇൻകാൻഡസെൻ്റ് ലാമ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് വി സപ്ലൈ ടു ഇൻകാൻഡസെൻ്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്.
അതുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ യൂസ് ഇപ്പോൾ അങ്ങനെ കാണാത്തതും അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്തോ എഴുതും. എ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ടു ആൻ ഇൻകാൻഡസെന്റ് lamp is lost as heat. That is a major disadvantage of incandescent lamp, and that is why the use of incandescent lamp is restricted nowadays. Okay. ഇത്രയാണ് നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇൻകാൻഡസെന്റ് ലാമ്പിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഏതൊക്കെ ലാംപ്സാണ് യൂസ് ചെയ്യാറുള്ളത് അത് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, CFL കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, അതുപോലെ LED ലാമ്പ്, ആർക്ക് ലാമ്പ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. ഈ ഫിലമെൻ്റ് ലാമ്പ് കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അതിനൊന്ന് തൊട്ട് നോക്കിയാൽ എന്ത് തോന്നും? നല്ല ചൂടായിരിക്കും അത്. അതായത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടെങ്കിലും ഒരു വലിയ ഭാഗവും ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂട് തോന്നുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എന്താണ് എനർജി ലോസ് ആണ് ഉണ്ടാകുന്നത്. നമുക്ക് അവിടെ ഹീറ്റ് എനർജി വേണ്ട, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഹീറ്റ്. സോ എനർജി ലോസ് ആണ്. അതാണ് നമ്മുടെ ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി ദാറ്റ് ഈസ് സപ്ലൈ ടു ഇൻകാൻഡസെന്റ് ലാമ്പ് ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ്. അതുകൊണ്ടാണ് ഇൻകാൻഡസെന്റ് ലാമ്പിൻ്റെ യൂസ് ഇപ്പോൾ അങ്ങനെ കാണാത്തതും അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എന്താണ് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചാൽ എന്തോ എഴുതും. എ മേജർ പാർട്ട് ഓഫ് ദി ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ടു ആൻ ഇൻകാൻഡസെന്റ് lamp is lost as heat. That is a major disadvantage of incandescent lamp, and that is why the use of incandescent lamp is restricted nowadays. Okay. ഇത്രയാണ് നമുക്ക് ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇൻകാൻഡസെന്റ് ലാമ്പിന് പകരമായിട്ട് നമ്മളിപ്പോൾ ഏതൊക്കെ ലാംപ്സാണ് യൂസ് ചെയ്യാറുള്ളത് അത് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, CFL കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, അതുപോലെ LED ലാമ്പ്, ആർക്ക് ലാമ്പ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് 4ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ് ആൻഡ് CFL. ഇതിൻ്റെ 4 പിക്ചേഴ്സ് ഉണ്ട്. നമ്മൾ അതുകൊണ്ട് നോക്കി വെക്കണം. ഇനി നമുക്കിതിലെ വർക്കിങ്ങിലോട്ട് പോകാം. ഡിസ്ചാർജ് ലാമ്പിനകത്ത് 2 ഇലക്ട്രോഡ്സും അതുപോലെ തന്നെ ഒരു ഗ്യാസും ഉണ്ട്. നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇലക്ട്രിസിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഗ്യാസ് അയണൈസ്ഡ് ആയിട്ട് മാറും. അതായത് ഗ്യാസ് ആറ്റംസ് അയണൈസ്ഡ് ആറ്റംസ് ആയിട്ട് മാറും. എല്ലാ ഗ്യാസ് ആറ്റംസും അല്ല, അൺഅയണൈസ്ഡും ഉണ്ടായിരിക്കും. ഗ്യാസ് ആറ്റംസ് അയണൈസ്ഡ് ആയിട്ട് മാറും. അയണൈസ്ഡ് ആയിട്ട് ഇവർ ഹൈ സ്പീഡിൽ മൂവ് ചെയ്യും. ഹൈ സ്പീഡിൽ മൂവ് ചെയ്തിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞു അൺഅയണൈസ്ഡ് ആറ്റംസും ഉണ്ടായിരിക്കും, അയണൈസ് ചെയ്യപ്പെടാത്ത ആറ്റംസും ഉണ്ടായിരിക്കും. അവരുമായിട്ട് ചെന്ന് കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടിയിട്ട് ഈ അൺഅയണൈസ്ഡ് ആറ്റംസിനെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഈ ഹയർ എനർജി സ്റ്റേറ്റിലാണ് ഇപ്പോൾ അയണൈസ്ഡ് ആറ്റംസ് നിൽക്കുന്നത്. ഈ ഹയർ എനർജി സ്റ്റേറ്റിൽ ഇവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഹയർ എനർജി സ്റ്റേറ്റിൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ അവരുടെ പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ പഴയ സ്റ്റേറ്റിലേക്ക് അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അവർക്ക് എനർജി കുറച്ച് അധികം കിട്ടിയല്ലോ. അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി അവർ റേഡിയേറ്റ് ചെയ്യും. എന്തായിട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്? ലൈറ്റ് ആയിട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പ് നമുക്ക് ലൈറ്റ് തരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഡിസ്ചാർജ് ലാമ്പിനകത്ത് ഗ്യാസ് ഉണ്ട്. നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അയണൈസ് ചെയ്ത് അയണൈസ്ഡ് ആറ്റംസ് ആയിട്ട് മാറും. ഇങ്ങനെയുള്ള അയണൈസ്ഡ് ആറ്റംസ് ഹൈ സ്പീഡിൽ മൂവ് ചെയ്ത് ഇതിനകത്തുള്ള അൺഅയണൈസ്ഡ് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്യും, ദാറ്റ് ഈസ് കൂട്ടിമുട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? കൂട്ടിമുട്ടിയിട്ട് ഈ അൺഅയണൈസ്ഡ് ആറ്റംസിനെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇവർ എക്സൈറ്റ് ചെയ്യിക്കും. എക്സൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഹയർ എനർജി സ്റ്റേറ്റിൽ എത്തുന്ന ഒരു ആറ്റത്തിന് എനർജി കൂടുതലും സ്റ്റെബിലിറ്റി കുറവുമായിരിക്കും. സോ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തിരിച്ച് അവരുടെ പഴയ സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടി നോക്കും. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഉള്ള എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. അങ്ങനെ ആ എനർജി അവർ റിലീസ് ചെയ്യുന്നത്, റേഡിയേറ്റ് ചെയ്യുന്നത് ലൈറ്റ് ആയിട്ടാണ്. അങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പ് നമുക്ക് ലൈറ്റ് തരുന്നത്. ഈ എനർജി ലെവലിൻ്റെ ഡിഫറൻസിനനുസരിച്ചാണ് പല ഡിസ്ചാർജ് ലാമ്പും പല ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ ഡിസ്ചാർജ് ലാമ്പിനെ കുറിച്ച്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബാലൻസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി നമുക്ക് LED കൂടെ ഉള്ളൂ പഠിക്കാനായിട്ട് ഈ ചാപ്റ്ററിൽ. കഴിയാറായി ഒരു പാർട്ടും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.